ഞങ്ങൾ ഇന്നലെ കുറച്ച് കാന്താരി മുളക് മേടിച്ച് 100 ഗ്രാമേ മേടിച്ചുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ചെടുത്ത് ഒന്ന് അച്ചാറിടാം എന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ 2-3 ദിവസം കൊണ്ടായിരുന്നു ആഗ്രഹം ഇച്ചിരി കാന്താരി മുളക് അച്ചാർ കൂട്ടണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വാങ്ങിക്കുന്നത്, പക്ഷേ വയ്ക്കത്തില്ല. ചമ്മന്തി അരയ്ക്കുകയും കറിക്കകത്തിടുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങൾക്ക് പൊതുവെ ഇച്ചിരി എരി വേണം. അപ്പം ഞാനും ഞങ്ങളുടെ ചേട്ടനും കഴിക്കും, മക്കളൊന്നും കഴിക്കത്തില്ല. മക്കൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, എങ്കിലും കൊടുക്കത്തില്ല. വയറ്റുവേദനയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാനതെങ്ങനെ അച്ചാറിടുന്നതെന്ന് കാണിക്കാം. ഇത്രയും മുളക് എടുത്തിട്ടുണ്ട്, കാന്താരി മുളക് കുറച്ചേ ഉള്ളൂ. 100 ഗ്രാമിൻ്റെ 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി അടപ്പ് വെച്ച് കുറച്ച് സൺഫ്ലവറിനകത്ത് ഞാൻ ഉണ്ടാക്കുന്നത്. മതി. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിനിയിടാം. കുറച്ച് കടുകിടാം. അതൊന്ന് പൊട്ടട്ടെ. കടുവെല്ലാം പൊട്ടി തീർന്ന് ഇനിയും ഉലുവ ഇടാം. കുറച്ച് ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്നിടാം. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ, കറിവേപ്പിലയും കൂടെ അങ്ങിടാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്, ഞാനിങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് ബ്രൗൺ കളറാവണം. ഇതൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി മുളക് കൂടി അങ്ങിടാം. പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് കാന്താരി മുളക്. അത് ദൂരെ നിന്ന് വേണം ചെയ്യാൻ, റിസ്ക്കാണ്. ഇനി അതിനകത്ത് കിടന്ന് ആ പച്ച ചെവയൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ ഒന്ന് എണ്ണയ്ക്കകത്ത് വരട്ടെ. പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഞാൻ അടച്ച് വെച്ച്, കാരണം റിസ്ക്കാണ്. കണ്ണിലങ്ങനെ വീണ് കഴിഞ്ഞാൽ പണി പാളി. ശകലം ഇതായിട്ടുണ്ട്, ഇത്രയും പോരെ, ഇച്ചിരി കൂടെ ഒന്ന് പച്ച കളറ് മാറണം. ശകലം ഉപ്പൂടെ ഇടാം. ഇത്രയും ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്, പിന്നെ നോക്കിയിട്ടിടാം. ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. അതുകൂടെ മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ഒരു ശകലം വിനാഗിരിയും കൂടെ ഒഴിക്കാം. ഇനി ഇതിനകത്ത് കിടന്നൊന്ന് തിളച്ച് പറ്റട്ടത് ശകലം. ഇച്ചിരി നേരം ഞാനൊന്ന് അടച്ചു വെക്കും. ചൂടൊന്ന് ആവണം. അങ്ങനെ കാന്താരി മുളകെല്ലാം അച്ചാറായിട്ടുണ്ട്. ഇന്ന് നാളെയും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, 2 ദിവസം കഴിയണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. കാരണം അതൊന്ന് അലിഞ്ഞ് ഒന്ന് സെറ്റാകണം. ഇപ്പം ഞാനിടുന്ന രീതിയാണ് കാണിച്ചത്. അപ്പം വേറെ രീതി ഇടുന്നവരുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.